വി ഡി സതീശനെ തകർത്തെറിഞ്ഞ് കോഴിക്കോട് MP MK രാഘവൻ. വി ഡി സതീശനെ കടന്നാക്രമിച്ചുകൊണ്ട് കോഴിക്കോട്ടെ MP MK രാഘവൻ രംഗത്ത് വന്നിരിക്കുകയാണ്. MPമാരെ മത്സരിപ്പിക്കാൻ തുടക്കത്തിൽ തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനം എന്ന് പറയുന്നത് സതുദ്ദേശപരമായിരുന്നു. തോൽക്കുന്ന സീറ്റുകളിലാണ് MPമാരെ നിർത്താൻ കോൺഗ്രസ് ലക്ഷ്യമിട്ടത്. അത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമായിരുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ തനിക്കും ഒരു വാഗ്ദാനമുണ്ടായിരുന്നു. എന്നാൽ ആ വാഗ്ദാനം നൽകിയ നേതാവ് ആരാണ് എന്നും അതിൻ്റെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എന്തായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ താൻ വെളിപ്പെടുത്തുന്നില്ല എന്നും സമയമാകുമ്പോൾ അക്കാര്യം വെളിപ്പെടുത്തുമെന്നാണ് MK രാഘവൻ പറഞ്ഞത്. അതായത് കേരളത്തിൽ K സുധാകരൻ അടക്കമുള്ള MPമാരെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് വി ഡി സതീശൻ തീരുമാനിച്ചിരുന്നു. വി ഡി സതീശനെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് MK രാഘവൻ ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയത്. എന്നു മാത്രമല്ല, ഇപ്പോൾ ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ വലിയ തർക്കം നടക്കുകയാണ്. ആ തർക്കത്തെക്കുറിച്ചും MK രാഘവൻ പറയുന്നുണ്ട്. മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് ഈ ചർച്ച എന്നാണ്. മാത്രമല്ല, വി ഡി സതീശനാണ് ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടുന്നതെന്നും അദ്ദേഹം പറയുന്നു. വി ഡി സതീശൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായ എറണാകുളത്തെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച വി ഡി സതീശൻ്റെ ഒത്താശയോടുകൂടി നടത്തിയത്. അതേ തുടർന്നാണ് കോൺഗ്രസിനെ നാണം കെടുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തകരുടെ മുഴുവൻ ആവേശവും കെടുത്തുന്ന തരത്തിലുള്ള ഓരോ കോൺഗ്രസ് പ്രവർത്തകരും തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുള്ള ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ സതീശനാണ് മുൻകൈയെടുത്തത്. സതീശൻ്റെ പിണിയാളായിട്ടുള്ള എറണാകുളം DCC അധ്യക്ഷനെ കൊണ്ട് സതീശൻ തന്നെയാണ് ഇത്തരമൊരു പോർമുഖം തുടർന്നത്. മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള ഒരു ചർച്ചയ്ക്കുള്ള പോർമുഖം തുടർന്നത് വി ഡി സതീശൻ തന്നെയാണ്. അദ്ദേഹമാണ് ഇത്തരത്തിൽ MPമാർ മത്സരിക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചത്. ആ തീരുമാനം ഹൈക്കമാൻഡിൻ്റെതായിരുന്നില്ല. കേരളത്തിലെ വി ഡി സതീശൻ മാത്രമാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ മുൻകൈയെടുത്തത്. പിന്നീട് കോൺഗ്രസ് വി ഡി സതീശൻ്റെ അത്തരമൊരു നിർദ്ദേശത്തിന് പിന്നാലെ വരികയായിരുന്നു. അദ്ദേഹം ഉദാഹരിക്കുന്നത് അസമിനെയാണ്. അസമിൽ ഇത്തരമൊരു കീഴ്വഴക്കമില്ല. അവിടെ MPമാർക്ക് മത്സരിക്കാം, അവിടെ MPമാർക്ക് കൃത്യമായി തന്നെ മത്സരിക്കാം. കാരണം MLA സ്ഥാനത്ത് മത്സരിച്ച് തോറ്റു കഴിഞ്ഞാൽ MP സ്ഥാനം നിലനിൽക്കും. അതേ സാഹചര്യം തന്നെ കേരളത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ തനിക്കടക്കം വാഗ്ദാനം നൽകിയത് കോൺഗ്രസ് പരമ്പരാഗതമായി തോൽക്കുന്ന സീറ്റുകളാണ്. ആ സീറ്റുകളിൽ മത്സരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചാൽ ഒരുപക്ഷെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അത് സതുദ്ദേശപരമായിരുന്നു. പക്ഷേ വി ഡി സതീശൻ MPമാർ മത്സരിക്കേണ്ടതില്ല എന്ന് അസന്നിഗ്ധമായി തീരുമാനിക്കുകയും ആ തീരുമാനം പാർട്ടിയിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. താനടക്കമുള്ള MPമാർ ഒരുപക്ഷെ ഇത്തരത്തിൽ നിന്നിരുന്നുവെങ്കിൽ ചില സീറ്റുകളെങ്കിലും തിരിച്ചു പിടിക്കാമായിരുന്നു. പക്ഷേ വി ഡി സതീശൻ അതിൻ്റെ എല്ലാ സാധ്യതകളും അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർക്ക് മുന്നിൽ ഇപ്പോൾ നാണം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ ചർച്ചകൾ. ആര് മുഖ്യമന്ത്രിയാകണം എന്ന് പറയുന്ന അതേ ചൊല്ലിയുള്ള അടികൾ, തമ്മിലടികൾ പ്രവർത്തകരുടെ ആകെ തന്നെ മനോവീര്യം കെടുത്തിരിക്കുകയാണ്. ഇതിന് പ്രധാനമായും കാരണക്കാരൻ വി ഡി സതീശനാണ്. വി ഡി സതീശൻ തുറന്ന പോർമുഖമാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് വഴിതെളിച്ചത്. ഇതിലേക്ക് KC വേണുഗോപാലിനെ വലിച്ചിഴയ്ക്കുന്നു, അത്തരത്തിൽ രമേശ് ചെന്നിത്തലയെ വലിച്ചിഴയ്ക്കുന്നു. അതേപോലെ തന്നെ വി ഡി സതീശൻ സ്വയം പ്രഖ്യാപിതമായ മുഖ്യമന്ത്രി നിലയിൽ രംഗത്ത് വന്നിരിക്കും. ഇത്തരം ചർച്ചകളെല്ലാം തുടങ്ങി വെച്ചത് വി ഡി സതീശനാണ്. അതുകൊണ്ട് വി ഡി സതീശനാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവീര്യം തകർത്തെറിഞ്ഞുകൊണ്ട് ഇത്തരമൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടയാൾ. തീർച്ചയായും ഹൈക്കമാൻഡിനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് വി ഡി സതീശൻ പാർട്ടിക്ക് അതീതമായി വളർന്നു എന്ന് തന്നെയാണ് MK രാഘവൻ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അതൊക്കെ സതീശൻ്റെ മിഥ്യാഭ്രമം മാത്രമാണ്. അത്തരത്തിൽ സതീശന് ഒരു വളർച്ചയും അവകാശപ്പെടാനുള്ള യാതൊരു യോഗ്യതയുമില്ല. എന്ന് മാത്രമല്ല, അത്തരത്തിലേക്ക് സതീശൻ വളരാൻ പ്രാപ്തനായിട്ടില്ല എന്നാണ് MK രാഘവൻ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കൗണ്ടിങ് കഴിയാതെ ഭൂരിപക്ഷം കിട്ടിയതിനു ശേഷം മാത്രമേ ഇത്തരം ചർച്ച സാധാരണയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഇത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ്. ഇത് ഏത് ഭാഗത്തു നിന്ന് വന്നാലും അതൊരിക്കലും നല്ല പ്രവണതയല്ല. ഇതൊരു അപക്വമായിട്ടുള്ള ഒരു നടപടി കൂടിയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കേരളത്തിലെ മുഴുവൻ
UDF പ്രവർത്തകരും കഠിനാധ്വാനം ചെയ്ത് UDF ഗവൺമെന്റിനെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ കൗണ്ടിങ്ങിന് മുമ്പ് തന്നെ ഈ ഒരു വാക്പോര് ആരംഭിച്ചത് അത് ഒരിക്കലും UDFന് ഗുണകരമല്ല, കോൺഗ്രസ് പാർട്ടിക്ക് ഗുണകരമല്ല. അത് ഉത്തരവാദിത്തപ്പെട്ടവർ ആലോചിക്കേണ്ട വിഷയമാണ്. ഈ തെരുവിൽ വലിച്ചഴച്ച് ഈ വിഷയം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ കീഴ്വഴക്കമുണ്ട്, എല്ലാവർക്കും അറിയാം. ആ കീഴ്വഴക്കം എന്ന് പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവർ തുടങ്ങും. അതനുസരിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരു മുൻവിധിയോടുകൂടിയുള്ള നീക്കം ഒരിക്കലും അത് UDFനും കോൺഗ്രസിനും ഗുണകരമായിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കെ സുധാകരനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇപ്പോൾ ഈ പോസ്റ്റ്. സാധാരണ പ്രവർത്തനത്തിലാണെങ്കിൽ പിന്നെയും പറയാം, കെ സുധാകരൻ പ്രവർത്തക സമിതി അംഗമാണ്, മുൻ KPC അധ്യക്ഷനാണ്. അദ്ദേഹത്തെ പോലെ ആളുകളുടെ പോസ്റ്റാണ് ഏറ്റവും ഊർജ്ജം. ആ പോസ്റ്റുകൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ആരായാലും ഈ കൗണ്ടിങ്ങിന് മുമ്പ് ഇത്തരം ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത് അത് ഒരിക്കലും ഈ പാർട്ടിക്ക് ദോഷം മാത്രമേ ഉണ്ടാക്കൂ, ഗുണം ഉണ്ടാക്കില്ല. ഒരിക്കലും പാർട്ടിക്ക് ദോഷകരമായ അവസ്ഥ ഉണ്ടാക്കും, സംശയം വേണ്ട. അതാരാണ്, ഏത് നേതാവായാലും കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് KC വേണുഗോപാലിന്റെ അടക്കം പേരുകൾ ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ MPമാർ മത്സരിക്കേണ്ടതിന്റെ തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിരുന്നു. രാഘവേട്ടനൊക്കെ ആണെങ്കിൽ പോലും താല്പര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുള്ള സമയത്തുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ സമയത്ത് മത്സരിക്കാത്ത ഒരാളുടെ പേരാണ് ചർച്ചയിൽ. അല്ല, അതിൻ്റെ അകത്തൊരു കാര്യമുള്ളൂ. അത് ഞാനൊരിക്കലും താല്പര്യം കാണിച്ചില്ല. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട, ഞാൻ ആരുടെ ലീഡേഴ്സിന്റെ പേര് പറയുന്നില്ല, ഇപ്പോൾ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടവരുണ്ട്, തോൽക്കുന്ന സീറ്റ് എടുത്ത് മത്സരിക്കണം. ജയിക്കുന്ന സീറ്റല്ല, തോൽക്കുന്ന സീറ്റ് എടുക്കണം. അങ്ങനെ എടുത്താൽ കോഴിക്കോട് ജയിച്ചു വരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു സീറ്റ് കൂടുതൽ കിട്ടും. അതുകൊണ്ട് തോൽക്കുന്ന സീറ്റ് എടുക്കണമെന്ന് പറഞ്ഞ നേതാക്കൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇപ്പോഴാരും പറഞ്ഞില്ല. ആ സമയത്തും എന്നോട് പറഞ്ഞ നേതാക്കൾ, വാക്ക് തന്ന നേതാക്കളുമുണ്ട്, ഇന്ന സീറ്റിൽ മത്സരിക്കണം. അതും ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ഞാൻ സമയം വരുമ്പോൾ പറഞ്ഞോളാം. പക്ഷേ ഇവിടെ സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമല്ല. ആരാണോ അന്ന് ഇതിനു വേണ്ടി എന്നോട് സംസാരിച്ചത്, മത്സരിക്കണമെന്ന് പറഞ്ഞത്, അത്തരം ആളുകൾ തന്നെയാണ് ഡൽഹിയിൽ വന്ന് MPമാർ മത്സരിക്കാൻ പാടില്ല എന്ന് വാശി പിടിച്ചത്. ആ വാശിയാണ് അന്ന് ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിന് ആ വാശി ഒരിക്കലും ഒരു പ്രശ്നമാകരുത് കരുതിക്കൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് MPമാർ മത്സരിക്കേണ്ട തീരുമാനിച്ചത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം കൊണ്ടല്ല മനസ്സിലാക്കിക്കൊള്ളാം. ഈ കേരളത്തിലുള്ള കോൺഗ്രസിലെ ചില ലീഡേഴ്സ് അവർ അന്ന് വാശി പിടിച്ചുകൊണ്ടാണ്, അവരുടെ ദുർവാശിയാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞ ആൾ വിഷയമുണ്ടായത്. കാരണം താങ്കളോട് മത്സരിക്കണം എന്ന് പറയുന്നു, അതേ ആളുകൾ തന്നെ ഇവിടെ വന്ന് MPമാർ മത്സരിക്കേണ്ടതിന്റെ നിലപാട് സ്വീകരിക്കുന്നു. അതിന് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ അതെനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട കാര്യമല്ല. എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട ആരൊക്കെയാണ് സമയം വരുമ്പോൾ ഞാൻ പറയാം. അവർ പറഞ്ഞു തോൽക്കുന്ന സീറ്റ് എടുക്കണമെന്നാ. ഇത് 40-46 വർഷമായി തോൽക്കുന്ന സീറ്റുകളുണ്ട്. ആ സീറ്റ് എടുത്താൽ ജയിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സീറ്റ് കൂടുതൽ കിട്ടും ഗവൺമെന്റ് ഉണ്ടാക്കാൻ നല്ല അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം അതിൽപ്പെട്ട ചിലർ ഇവിടെ വന്ന് നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ MPമാർ മത്സരിക്കേണ്ടതില്ല എന്ന വാശി പിടിച്ചതേ മനസ്സിലാക്കുന്നു. ആ വാശി പിടിച്ച അടിസ്ഥാനത്തിൽ തർക്കം ഒഴിവാക്കാൻ വേണ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ടൊടുവിൽ എന്നാൽ മത്സരിക്കേണ്ട, അങ്ങനെയാണ് തീരുമാനം വന്നത്. എനിക്കറിയാം. എനിക്ക് അതിന്റെ അന്തർനാടകം എനിക്കറിയില്ല. ഹൈക്കമാൻഡ് ആവർത്തിച്ച് മുഖ്യമന്ത്രി ചർച്ചകൾ അതിപ്പോ തുടരേണ്ട കാര്യമില്ല എന്നുള്ള നിർദ്ദേശം നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതിനെ മറികടന്ന് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ വരുന്നത് കൃത്യമായിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് താങ്കൾ കരുതുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ തെരുവിൽ വിളിച്ചെടുക്കുന്ന ഒരു അവസ്ഥയായി. അല്ല, ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങളെ മറികടന്നുകൊണ്ട് നേതാക്കൾ ആവർത്തിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ എല്ലാം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ആര് വേണം ആര് വേണ്ട തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം തീരുമാനം എടുക്കുന്ന ഹൈക്കമാൻഡ് മുമ്പിൽ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് ഈ ചർച്ച എന്നുള്ളതാണ് ചോദ്യം.
അത്തരം ചർച്ച ഒരു അനാവശ്യമായ ചർച്ചയാണ്, ഒരു കാര്യവുമില്ലാത്ത ചർച്ചയാണ്. ഈ ചർച്ച കൊണ്ട് എന്ത് തീരുമാനം ഉണ്ടാക്കാൻ പറ്റും? ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ ഇടയിൽ ഇത് ഒരു കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ഒരു കളങ്കമേൽക്കുന്ന രീതിയിലുള്ള ഒരു ചർച്ച വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ പാർട്ടി ഗുണകരമോ അല്ല. അതാണ് സത്യം. ഈ മത്സരിക്കാത്ത എംപിമാർ മത്സരിക്കുന്ന കാര്യം പറയുന്നത്, പക്ഷെ KC വേണുഗോപാലിന്റെ പേരടക്കം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇങ്ങനെ സൈബർ ഇടങ്ങളിൽ ഉയർന്നു കേൾക്കുന്നു. അപ്പൊ അതിന് പിന്നിൽ ഒരു വ്യക്തമായ പ്രോജക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഇതൊരു കീഴ്വഴക്കമുണ്ട്, നമ്മൾ ആലോചിക്കണം. ഒരു അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എല്ലാ തീരുമാനവും കൈക്കൊള്ളേണ്ടത്. അത് നടപടിക്രമമുണ്ട് അതിൽ. ആ നടപടിക്രമത്തിന് മുമ്പായി തന്നെ ഇത്തരം ചർച്ചകൾ വരുന്നത് ഒരിക്കലും ശരിയല്ല. പാർട്ടി ആവശ്യപ്പെട്ടിട്ടാണ് MP സ്ഥാനത്തേക്ക് അങ്ങ് മത്സരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഒരു സീറ്റ് നിലനിർത്തണം എന്നുള്ളതാണ്. അത് അങ്ങയുടെ ജോലികൾ കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പോലുള്ള കുറച്ച് മുതിർന്ന ആളുകൾ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാതെ ഇരിക്കാൻ ചിലർ പിടിവാശി കാണിച്ചു എന്നുള്ള ഒരു ഇതാണ് എനിക്ക് അങ്ങയുടെ ഈ ബൈറ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളെ പോലെ മുതിർന്ന ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല. കാരണം അതിപ്പോ കുറച്ച് കാലം തെളിയിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ. ഞാൻ ഇപ്പോഴതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ ഇപ്പം പറയുന്നില്ല. ഈ MLA-മാരല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കേണ്ട തീരുമാനമാണ്. ഇപ്പോ അത്തരം കാര്യങ്ങളിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. ഈ KC വേണുഗോപാലിന്റെ പേര് K. സുധാകരൻ അടക്കം പറഞ്ഞതുകൊണ്ട് വലിയ ചർച്ചയായിട്ടുണ്ട് കേട്ടോ. അതിന് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഉറച്ച നിലപാട് KC വേണുഗോപാൽ പറയേണ്ടതില്ലേ? അതല്ല, അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. ഇപ്പോൾ എവിടെ നിന്നാണ് ആദ്യം ആരംഭിച്ചത്? ആരംഭിച്ചത് എവിടെ നിന്നാണ്? ആരംഭിച്ചത് തന്നെ ഒരിക്കലും പറയാൻ, ഞാൻ ചോദിക്കട്ടെ, ഒരു ഇതിൻ്റെ ഒരു വാദം തുടങ്ങിയത് അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം തുടങ്ങിയത് എറണാകുളത്ത് നിന്നാണ്. DCC പ്രസിഡന്റാണ് ആദ്യം പറയുന്നത്. അയാൾക്ക് പറയാൻ എന്ത് അർഹതയാണ്? ഞാൻ ചോദിക്കട്ടെ, അപക്വമായ നടപടിയല്ലേ? അയാളുടെ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ഈ വിവാദങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതെങ്ങനെ വന്നു? ആ പ്രസ്താവനയാണ്. അതെങ്ങനെ വന്നു? വളരെ ഒരിക്കലും വരാൻ പാടില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. അവിടെ നിന്നാണ് പിന്നെ വ്യാപകമായി സൈബർ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ദിവസവും പലതും വന്നുകൊടുക്കാണ്. തുടങ്ങി വെച്ച ആരാണ്? അതിനുശേഷമാണ് ഇന്ന് വരെ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ വിവാദങ്ങൾ മുഴുവനും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള പോക്കല്ല ഈ പോക്ക് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയില്ല. VD സതീശൻ അങ്ങനെ അബദ്ധം പറയുന്നു എനിക്ക് തോന്നുന്നില്ല. ആണെങ്കിലും VD സതീശൻ അങ്ങനെ അബദ്ധം പറയുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത് ഹൈക്കമാൻഡാണ്. സംസ്ഥാന നേതൃത്വത്തിന് അതിൽ റോൾ ഉണ്ടായിരുന്നില്ല. KPCC-യോട് പോലും അക്കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് അധ്യക്ഷൻ സണ്ണി ജോസഫ്. അത് വെറുതെ പറഞ്ഞ അയാൾ എന്താണെന്നിട്ട് അയാൾ പറയുന്നത്. എല്ലാവർക്കും ഇവിടെ കൂടുമ്പോൾ എന്ത് ആർക്കറിയാത്ത എന്താണ് കാരണം എന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോഴേ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, സമയം വരട്ടെ അന്നേരം പറയാം. ഈ സമയം എന്ന് പറയുന്നത് അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് ഈ മത്സരം MP-മാർ മത്സരിക്കണം എന്ന ആശയം വന്നത് രണ്ടും ഒരു പ്രത്യേക രീതിയിലാണ്. കാരണം തോൽക്കുന്ന സീറ്റ് എടുക്കാനാണ് പറഞ്ഞിട്ട് ആലോചിക്കുന്നത്, ജയിക്കുന്ന സീറ്റല്ല. അപ്പൊ അതിനെന്താ തെറ്റ്? 10-46 വർഷക്കാലമായി തോറ്റിരിക്കുന്ന, അല്ല കുറെ കാലമായി തോറ്റിരിക്കുന്ന സീറ്റ് ചിലപ്പോൾ MP-മാർ മത്സരിച്ചാൽ ജയിക്കുമെങ്കിൽ ഒരു സീറ്റ് അധികം കിട്ടുന്ന അർത്ഥത്തിലാണ് എല്ലാവരും കണ്ടത്. സതുദ്ദേശപരമാണ്. പക്ഷെ ഇവിടെ കേരളത്തിലെ ലീഡേഴ്സിന്റെ ഭാഗത്തുണ്ടായ കടുംപിടുത്തം അല്ലെങ്കിൽ തുർവാശിയാണ് സത്യം പറഞ്ഞ പോയത്. അതുകൊണ്ട് വിഷയം ഉണ്ടായിട്ട് പറയുന്നതല്ല, മറിച്ച് ഹൈക്കമാൻഡ് മാത്രം തീരുമാനം എന്ന് പറഞ്ഞ് ഹൈക്കമാൻഡ് തലയിലിടുന്ന ഒരിക്കലും ശരിയല്ല.
ഒരിക്കൽ ശരി. നേതാക്കൾക്ക് കൃത്യമായ പങ്കുണ്ട് എംപിമാർ മത്സരിക്കേണ്ടതില്ല. അല്ല, ഞാൻ അതൊന്നും ഞാൻ പറയുന്നില്ല. ഹൈക്കമാൻഡിനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ ആക്ഷേപിക്കണ്ട. അങ്ങ് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്. അതായത് കേരളത്തിൽ നിന്ന് നേതാക്കളാണ് എംപിമാർ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞത്. അത് ഹൈക്കമാൻഡ് തീരുമാനമല്ല. അല്ലല്ല, അതിന് മുമ്പിൽ ഒടുവിൽ ഹൈക്കമാൻഡ് സമ്മതിച്ചു എന്നല്ലാതെ, ഒരു തർക്കം ഒഴിവാക്കാൻ സമ്മതിച്ചു എന്നല്ലാതെ. കാരണം ഇപ്പൊ ആസാമിൽ ഗൗരവ് ഗോഗോയ്ക്ക് കൊടുത്തല്ലോ, ഗൗരവിന് കൊടുത്തല്ലോ മത്സരിക്കാൻ അനുമതി കൊടുത്തല്ലോ. മത്സരം വേണം അല്ലെങ്കിൽ എംപിമാർ മത്സരിക്കണം എന്ന അർത്ഥത്തല്ല ഞാൻ പറയുന്നത്. ഇതിന്റെ ആരംഭം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. എന്താ, കേരളത്തിൽ തിരിച്ചു വരണം. തിരിച്ചു വരണമെങ്കിൽ നിലവിൽ ജയിക്കുന്ന സീറ്റുകൾ കൊണ്ട് മാത്രം കഴിയില്ല, കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കണം. കൂടുതൽ സീറ്റുകൾ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? അപ്പോൾ എംപിമാർ തോൽക്കുന്ന സീറ്റെടുത്ത് മത്സരിച്ചാൽ അത് ജയിക്കാം. അപ്പോൾ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ആ MLA-മാരുടെ എണ്ണം സഹായിക്കും. അങ്ങനെ ഒരു സതുദ്ദേശപരമായ നിർദ്ദേശമാണ് വന്നത്. അതല്ലാതെ നമുക്ക് പോയി മത്സരിക്കണം നമ്മൾ ഒരാളും ആരോടും ആവശ്യപ്പെട്ടില്ല. ഇങ്ങോട്ട് പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെയാണ് തോൽക്കുന്ന സീറ്റ്. എന്നിട്ട് പറഞ്ഞ ഒരാളുണ്ട്, തോറ്റാൽ എന്താ, നിങ്ങൾക്ക് ഇനിയും MBA തുടരാമല്ലോ, എന്താ പ്രശ്നം? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഹൈക്കമാൻഡിന്റെ മേൽ ചാരിക്കൊണ്ട് ഞങ്ങളല്ല എന്ന് പറഞ്ഞ ഒരിക്കലും അത് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഇപ്പോഴും ചോദ്യം ഒരു സ്ട്രേറ്റ് ചോദ്യമാണ്. ഞാൻ മുതിർന്ന നേതാക്കൾ പലരും ആ സമയത്ത് ലോക്സഭാ സീറ്റുകൾ നിലനിർത്തുക, കൂടുതൽ തരത്തിൽ പാർട്ടിയുടെ എണ്ണം കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിലുടനീളം മത്സരിച്ചത്. അത് ഫാക്ട് തന്നെയാണ്. അങ്ങനെ മത്സരിച്ച മുതിർന്ന നേതാക്കൾ ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണ്ട എന്നൊരു കോക്കസ് തീരുമാനിച്ചു എന്നല്ലേ സാറ് പറഞ്ഞു വെക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞതെന്താ, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവരാണ് ഉത്തരവാദി എന്ന് ആരും പറയേണ്ടതില്ല. കേരളത്തിലെ ലീഡേഴ്സ് തന്നെയാണ് ശക്തമായി അതിന് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അവിടെ ഒന്ന് പറയും, ഇവിടെ ഓർന്ന് പറയും. നിലവിൽ UDF-ന്റെ ഈ അധികാരത്തിന്റെ ഒരു പ്രതീതി എന്നുണ്ടപ്പോൾ തന്നെ ഇത്രയും തർക്കങ്ങളും ഈ ചർച്ചകളും ഉയരുന്നു. ഈ രീതിയിൽ എങ്ങനെയാണ് കോൺഗ്രസ് അധികാരത്തിൽ എത്തിയാലും മുന്നോട്ട് പോകുന്നത്? നമുക്ക് കണ്ടറിയേണ്ട കാര്യമല്ലേ? ആശങ്കയുണ്ടോ സാർ? അല്ല, കണ്ടറിയേണ്ട കാര്യമല്ലേ? പാർട്ടിയാണല്ലോ, കണ്ടറിയേണ്ട കാര്യമാണല്ലോ. ഒരു മുൻവിധിയോട് പറയാൻ കഴിയില്ല, ഒരിക്കലും പറയാൻ കഴിയില്ല. ഇപ്പോ സമൂഹ മാധ്യമങ്ങളിൽ തുടരുന്ന ഈ ചർച്ച തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ സജീവമാകുന്നു വരുന്നുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകും? അല്ല, ഈ നമ്മളിത് ആലോചിക്കേണ്ട വിഷയം, എന്തിനാണ് ഈ ഇത്തരത്തിലൊരു ചർച്ച ഈ തെരുവിലെത്തിച്ചത്? എത്തിച്ചവർ ഉത്തരം പറയണം. കേരളത്തിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരും സത്യം പറഞ്ഞാൽ കഠിനാധ്വാനം നടത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. കോൺഗ്രസ് പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും മറ്റ് ഘടകകക്ഷി പ്രവർത്തകരും എല്ലാം ശക്തമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അവരുടെ ആഗ്രഹം 10 വർഷമായി നമ്മൾ പ്രതിപക്ഷത്താണ്, ഇത്തവണ കയറി വരണം. അങ്ങനെ കഠിനാധ്വാനം നടത്തിയവരുടെ മുമ്പിലാണ് സത്യം പറഞ്ഞാൽ റിസൾട്ട് വിടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വിവാദമുണ്ടാക്കിയത്. ആ വിവാദമുണ്ടാക്കിയത് ആരാണെങ്കിലും അവർ സത്യം പറഞ്ഞ കേരളത്തിലെ കഠിനാധ്വാനം നടത്തിയ പാർട്ടി പ്രവർത്തകർ നേരെ നടത്തുന്ന ഒരു അവരെ സത്യം പറഞ്ഞ അവരെ പരിഹസിക്കുന്ന രീതിയിലാണ് സംഭവം പോയിട്ടുള്ളത്. ഈ ഘടകകക്ഷികൾ, ഇപ്പൊ അങ്ങ് കോഴിക്കോട് എന്നുള്ള പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ്. ഈ ഘടകകക്ഷികൾ പ്രത്യേകിച്ച് ലീഗ് അടക്കം ഇത്തരത്തിൽ എന്തെങ്കിലും ഈ ചർച്ചകൾ ശരിയല്ല എന്നൊരു അസംതൃപ്തി അങ്ങനെ വ്യക്തിപരമായിട്ടെങ്കിലും അറിയിച്ചിട്ടുണ്ട്? വ്യക്തിപരമായിട്ടുള്ള കാര്യം എങ്ങനെ പറയാൻ പറ്റുള്ളൂ? എന്നാൽ അതൊക്കെ തോന്നുന്നുണ്ട്. സ്വാഭാവികമാണല്ലോ, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഒരു കൗണ്ടിങ്ങിന് മുമ്പ് തന്നെ ചർച്ച വഴിതിരിച്ചു വിടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, അതൊരു നല്ല രീതിയല്ലല്ലോ, ഒരിക്കലും ശരിയായിട്ടുള്ള സമീപനമല്ലല്ലോ. നിലവിൽ ഇപ്പോൾ ദേശീയ തലത്തിലുള്ള നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാത്ത സാഹചര്യമാണ്. അങ്ങനെ കേൾക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് അന്തിമ തീരുമാനം. എല്ലാ സംഘടനാപരമായ കാര്യം വെച്ച് നോക്കിയാൽ ഈ അത്തരം എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമാണ് അവസാനത്തെ തീരുമാനം.
അത് എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ യുക്തമായ തീരുമാനം, ഉചിതമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് കൈക്കൊള്ളും. ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എന്ത് നടന്നു എന്ന് എല്ലാവരും പറയാൻ താങ്കൾ പറയുന്നത് KPCC പ്രസിഡന്റ് കാര്യത്തിൽ യഥാർത്ഥം KPCC പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ മത്സരിക്കേണ്ടായിരുന്ന എംപിമാർ മത്സരിക്കേണ്ട തീരുമാനം ഉണ്ടായിരിക്കുകയായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ തയ്യാറാവില്ല. ഞാൻ നേരത്തെ KPCC പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതിൻ്റെ അകത്ത് നടന്നതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ അതിലേക്ക് ഇപ്പം കിടക്കുന്നില്ലേ. ഞാൻ പറഞ്ഞു വരുന്നത് അത് അടഞ്ഞ അധ്യായമാണ്. അതിനെ ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, നമ്മളെ പുതിയ നേതൃത്വം വന്നപ്പോ പറഞ്ഞത് ഗ്രൂപ്പിസവും എല്ലാം അവസാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ സീറ്റുകൾക്ക് വേണ്ടി ഇപ്പൊ അത് ഉള്ളിൽ നടന്ന് പറയുന്നില്ല, എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. ഈ സീറ്റുകൾക്ക് വേണ്ടി നേതാക്കൾ തന്നെ ഇങ്ങനെ ഇപ്പോഴും പരസ്യമായിട്ട് ഒരു തർക്കിക്കുന്ന ഒരു കാഴ്ച കോൺഗ്രസിൽ ഇപ്പോഴും അഭിലഷണീയമാണെന്ന് കരുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഒന്നും അഭിലഷണീയമല്ല. ഒരിക്കലും ഒരു പാർട്ടി പ്രവർത്തനം ഈ നേതാക്കളുടെ ഈ നീക്കം അംഗീകരിക്കുന്നവരല്ല, ഒരിക്കലുമല്ല. ഇത് പാർട്ടി പ്രവർത്തകരുടെ വെല്ലുവിളിയ സത്യം പറഞ്ഞാൽ. കാരണം അവർ ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ട് ഒരു ഗവൺമെന്റിനെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മുന്നണിയെ തിരിച്ചുകൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങളെ നടത്തിയിട്ടുള്ള വർക്കേഴ്സിന് മുമ്പിൽ ഇതൊക്കെ സത്യം പറഞ്ഞാൽ അവരുടെ ഒരു പരിഹസിക്കുന്ന രീതിയിലാണ് സംഭവം. ലീഗ് അടക്കമുള്ള പാർട്ടികൾക്ക് ചർച്ചകളിങ്ങനെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാവർക്കും ഇതിപ്പോ ഇത്തരം വിഷയങ്ങൾ ഈ തെരുവിൽ വലിച്ചടച്ചാൽ ആർക്കാ തൃപ്തി ഉണ്ടാവുക? ആർക്കും ഉണ്ടാവില്ല. ഒരാൾക്കും തൃപ്തി ഉണ്ടാവില്ല. ഇത് സന്തോഷമുള്ള കാര്യമല്ലല്ലോ, ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ നിലവിൽ കേരളത്തിലുള്ള മുഖങ്ങൾ സർക്കാരിന് നേതൃത്വം നൽകിയാലും അതിന് പകരം ഒരു മുഖം വരേണ്ട സാഹചര്യമല്ല. അങ്ങനെയെങ്കിൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അതിനേക്കാളും അധികാരമുള്ള ഒരാൾ ആ സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ളതല്ല ഈ ചർച്ചകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. അണികളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അണികൾ സൈബർ സ്പേസിൽ വലിയ ചർച്ചകൾ കൊണ്ടുവരുന്നു. അത് കേവലം ഈ അണികളുടെ ഒരു സൈബർ അറ്റാക്കാന്ന് പറയാൻ കഴിയില്ല. ഇത് പലരും കടന്നുകൂടുന്നതിന് മനസ്സിലായിക്കൊള്ളു. ഇതിൽ പലരും ഈ കോൺഗ്രസ് അണികളുടേതാണ് അഭിപ്രായം എനിക്കില്ല. ഈ സൈബർ അറ്റാക്കിനെ ശരിക്കും പരിശോധിച്ച് നോക്കിയാൽ അത് തീർത്തും കോൺഗ്രസ് അണികളുടെ അറ്റാക്കാണെന്ന് പറയാൻ കഴിയില്ല. അത് പലരും കടന്നുകൂടുന്നുണ്ട്. അതിൻ്റെ അകത്ത് മുതലെടുക്കാൻ വേണ്ടി അങ്ങനെയുമുണ്ട്. ഈ ഒരു വിഷയം പരമാവധി വഷളാക്കാൻ ശ്രമിക്കുന്ന ആളുകളുമുണ്ട്. അത് ഞാൻ പേര് പറയുന്നില്ല. അവരും ഇതിന്റെ ഭാഗമായി ഈ സൈബർ ഇടങ്ങളിൽ ഇതിനു വേണ്ടി സ്പേസ് കാണുന്നവരാണ്. അങ്ങനെ പറയുമ്പോഴും അണികളുടെ ഒരു വികാരം അതിലുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ ഈ 2 ദിവസമായി മനസ്സിലാക്കുന്ന കാര്യം കേവലം കോൺഗ്രസ് അണികളുടെ മാത്രം ഒരു പരാമർശമല്ല. അതിൻ്റെ അകത്ത് പലരും കയറിക്കൂടുന്നു. പലരും കയറിക്കൂടി എത്രമാത്രം വഷളാക്കാൻ പറ്റും അത് ശ്രമിക്കുന്നവരുമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിൻ്റെ ഒരു ഉള്ളടക്കം നോക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യം അതാണ്. കേവലം കോൺഗ്രസ് അണികൾ ഉണ്ടാകാമായിരിക്കില്ല, ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതിനേക്കാളും അല്ലാത്തവർ കടന്നുകൂടി ഉണ്ടാക്കുന്ന ഇത് വഷളാകട്ടെ പരമാവധി. ഇതിലിപ്പോ ലീഗിനെ ഈ ചർച്ചയിലേക്ക്, മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് വലിച്ചിഴക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന ഒരു ആക്ഷേപം അവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അതൊരു ശരിയായ നടപടിയാണ്. ഘടകകക്ഷികളെ കൂടി ഇതിൽ ടാർണിഷ് ചെയ്യുന്ന ഒരു നീക്കമായിരിക്കും. അല്ല, ഘടകകക്ഷികളൊന്നും ആരും ഇടപെട്ടിട്ടില്ല. കാര്യത്തിൽ ആരും ഇടപെട്ടില്ല. എന്തിനാ അവരാരും ഇടപെട്ടിട്ടില്ലല്ലോ. ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കേണ്ട തീരുമാനം. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യം പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ഏത് അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാലും ഇവൻ പാർട്ടി ലീഡറെ തീരുമാനിക്കുന്നത് പോലും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിലൂടെയാണ്. മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് കേരളത്തിലെ ഭൂരിപക്ഷം കിട്ടിയാൽ ഈ മെയ് 4 കഴിഞ്ഞാൽ, മെയ് 4 ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ആര് വേണം, എന്ത് വേണം, എങ്ങനെ വേണം, ഈ തീരുമാനം മുഴുവനും കൈക്കൊള്ളുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണോ? അത് ഒരു കീഴ്വഴക്കമാണത്. അല്ലാതെ ഒറ്റക്ക് പോയി തീരുമാനമെടുക്കാൻ കഴിയില്ല.
പ്രതിപക്ഷ നേതാവായിരുന്നു എന്നതാണ് വി സതീശനായിട്ട് അതൊരു ക്ലെയിമായിട്ട് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ അകത്ത് ആര് വരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഒന്ന് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എടുക്കേണ്ട തീരുമാനം, നമ്മളല്ല. ശരി, ഹൈക്കമാൻഡ് എടുക്കുന്നു പറഞ്ഞു. ഇപ്പൊ കേരളത്തിലല്ല, കർണാടകയിലും രാജസ്ഥാനിലും അവിടുത്തെ MLA-മാരുടെ സപ്പോർട്ട് ആർക്കാണോ അവരെയാണ് മുഖ്യമന്ത്രിയാക്കിയത്. രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ സർക്കാരിൽ അശോക് ഗെഹ്ലോട്ട് എത്തുന്നത് ദേശീയ ചുമതലയിൽ നിന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും. അപ്പോൾ ആ ഒരു കീഴ്വഴക്കം കേരളത്തിലും ആവർത്തിക്കപ്പെടാനുള്ള ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊരു നടപടിക്രമമുണ്ട്, കീഴ്വഴക്കമുണ്ട്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അത്തരം കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കേണ്ടത്. രാജസ്ഥാനിലെ സാഹചര്യം കേരളത്തിൽ ഉണ്ടെന്നുള്ളതല്ല. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ കാലത്തും ഈ നടപടിക്രമമാണിത്. ആ നടപടിക്രമം ആർക്കും മാറ്റാൻ കഴിയില്ല. എല്ലാ കാലത്തും ഉണ്ടായിട്ടില്ല, ഇപ്പം മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഉണ്ടായ തീരുമാനം അതാണ്. ഹൈക്കമാൻഡാണ് പിന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനം. എല്ലാ കാലങ്ങളും എങ്ങനെയാണോ? അല്ല, കേരളത്തിലും അത്തരം ഒരു ചരിത്രമുണ്ട്. തിരുവരങ്ങാടിയിലേക്ക് എത്തിയിട്ടൊരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയ ഒരു ചരിത്രം കൂടി ഉണ്ട് കേരളത്തിലും. അല്ല, ഞാൻ പറഞ്ഞത് സാധാരണ സെൻട്രൽ ഒബ്സർവേഷൻ അയച്ചിട്ടാണ് എല്ലാ ചർച്ചയും കഴിഞ്ഞ് തീരുമാനം എടുക്കുക. അപ്പോൾ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഒരു കാര്യം കൂടി, ഒരു വ്യക്തത കൂടി. ഈ MP-മാര് മത്സരിക്കേണ്ട എന്നുള്ള കാര്യത്തിൽ ചിലരെടുത്ത തീരുമാനത്തിന് അവസാന ഹൈക്കമാൻഡ് അംഗീകരിക്കായിരുന്നു. ശരിക്കും അങ്ങേപ്പോലുള്ള ആളുകളെ വാക്ക് പറഞ്ഞ് ചതിച്ചു എന്നൊരു വികാരം അങ്ങേക്ക് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കി. ഇല്ല, എനക്കെന്താ സാർ, ഞാനിതിൻ്റെ അകത്ത് താല്പര്യപ്പെട്ട് പോയതൊന്നല്ല, എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ ആളെ പേര് ഇപ്പൊ ഒന്നും ആരും പറയുന്നില്ല, ഞാൻ ഒരു വലിച്ചെടുക്കുന്നില്ല. അല്ല, ഈ പറഞ്ഞ എന്നോട് പറഞ്ഞ തോൽക്കുന്ന സീറ്റ് എടുക്കണം എന്നാ. തോറ്റാലെന്താ MP ആയി തുടരാമല്ലോ, പ്രശ്നം എന്താ? എല്ലാരും സംശയത്തിന്റെ മുന്നിലാണ് നിർത്തുന്നത്. അല്ല, ഞാൻ സമയം വരുമ്പോഴൊക്കെ ഞാൻ പറയും, ഇപ്പോഴേ ഞാൻ പറയുന്നില്ല. അതായത് അല്ല, ഞാൻ പറയും പറയേണ്ടി വരും. കാരണം വെച്ചാൽ ഈ ഇടയ്ക്ക് എന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട വർക്കേഴ്സും ഉണ്ട്, മനസ്സിലാക്കണം. ഞാൻ അതുകൊണ്ടാണ് അന്ന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ കാരണം ഇതാണ്. ഞാൻ സുധാകരനെ കണ്ട് മടങ്ങുമ്പോൾ ഞാൻ ഇവിടെ ക്ലാരിറ്റിയോട് പറഞ്ഞ കാര്യമാണ് അന്ന്. അത് കാരണം തോൽക്കുന്ന സീറ്റ് എടുക്കണം എന്ന് പറഞ്ഞത് ലീഡേഴ്സാണ്. അത് ജയിക്കാൻ വേണ്ടി, ജയിക്കുന്നെടുക്കാനല്ല, മനസ്സിലാക്കണം. ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റ് എടുക്കാനല്ല, തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റ് എടുക്കണം. അത് ജയിച്ച് തോറ്റാലെന്താ പിന്നെ MP ആയി തുടരാലോ. അപ്പൊ പറഞ്ഞ ആളുണ്ട് അങ്ങ് ആവശ്യപ്പെടാതെ അങ്ങയോട് ഞാൻ പറഞ്ഞു വരുന്നത്. അതൊക്കെ ഞാൻ കുറച്ചു കഴിഞ്ഞാൽ സമയം വരട്ടെ, അന്നേരം പറയാം. ഇപ്പൊ ഞാൻ ഒന്നും പറയുന്നത്. ഈ നേതാക്കളെല്ലാം ഇപ്പോ ഈ ഹൈക്കമാൻഡാണ് തീരുമാനമെടുത്തത്, അല്ലെങ്കിൽ ഈ ചർച്ചയിലാണ് ഇത് വന്നിട്ടില്ല എന്നുള്ളത് പറയുന്നതെല്ലാം തെറ്റായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഏതാ KPCC പറയുന്നത് എടുക്കുന്നതെല്ലാം തീരുമാനമെടുത്തിട്ടുള്ളത് എന്നാണ്. അല്ല, തീരുമാനം ഹൈക്കമാൻഡ് ആണല്ലോ, പക്ഷെ എങ്ങനെ ഒന്നും ആലോചിക്കണ്ടേ? അഭിപ്രായം പോലും KPCCയോട് ചോദിച്ചു. തെറ്റാണ്. ചിലർ പിടിച്ച വാശിയാണ്. ചിലരുടെ വാശിക്ക് മുമ്പിൽ ഒടുവിൽ തർക്കം വേണ്ട, വിവാദമാകണ്ട, അങ്ങനെയാണ് അഭിപ്രായം ചോദിക്കാതെ ഹൈക്കമാൻഡ് ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കില്ല. തെറ്റാണ്. അത് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. അതൊക്കെ ഹൈക്കമാൻഡിനെതിരായിട്ടുള്ള പരാമർശം കൂടിയാണത്. നേതാക്കളുടെ അഭിപ്രായത്തെ മാനിച്ച് ഹൈക്കമാൻഡ് ആ തീരുമാനത്തിലേക്ക് അതാണ് സത്യം. അവിടെയാണ് നമ്മുടെ ചോദ്യം ഇപ്പോഴും നിൽക്കുന്നത്. നിങ്ങളെപ്പോലെ കുറച്ച് മുതിർന്ന നേതാക്കൾ ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരണ്ട എന്നുള്ള ചില ഗൂഢമായി എടുത്ത തീരുമാനമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്ട്രേറ്റ് ഉത്തരം പറയുന്നില്ല സാർ. ഇത്രയും പറഞ്ഞിട്ടും പേരൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. വളരെ സ്ട്രേറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അല്ല, അത് അവര് പറയട്ടെ, എന്തുകൊണ്ടാണ് അവര് പറയട്ടെ. അങ്ങനെ വാശി പിടിച്ചവരും ദുർവാശി കാണിച്ചവരും ഉത്തരം പറയട്ടെ എന്തുകൊണ്ടാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.